അവർക്ക് എന്തെങ്കിലും ദുരന്തങ്ങളോ വരുമ്പോൾ നിങ്ങൾ മുണ്ടും മടക്കി കൂടെ ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകണം, അതുകൊണ്ട് നിങ്ങൾ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോൾ തന്നെ വരണം എന്നൊക്കെ പറയുമ്പോൾ അവർ നമുക്ക് എത്ര ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റനാണ്. കേരളത്തിലെ സ്ത്രീകൾ നിങ്ങളോട് എപ്പോഴും വന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ പോകണം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് വീക്ക് നമുക്ക് കുറച്ച് ദുരിതത്തിലായിരുന്നു. ഉരുൾപൊട്ടലുണ്ടായിരുന്നു, വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു, അങ്ങനത്തെ അവസ്ഥ. അപ്പോൾ അതിനിടയിലും നമ്മുടെ മീഡിയാസ് എല്ലാം എതിർത്തത് നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടാണ്. അപ്പോൾ അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ചാലോ? ആദ്യം തന്നെ നമുക്ക് CM-ന്റെ വാർത്താ സമ്മേളനത്തെ പറ്റി ഒന്ന് നോക്കാം. രാവിലെ മുതൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA-മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ്. ശരിയാണ്, അദ്ദേഹം വെളുപ്പിന് 5 മണിക്ക് തന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിഞ്ഞായിരുന്നു. അതിനുശേഷം അവർ കൺസേൺ ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വരേണ്ട ആവശ്യമില്ല. ശരിയാണ്, വരേണ്ട ആവശ്യമില്ല, കാരണം ഉദ്യോഗസ്ഥരുണ്ട്, അവരെല്ലാം ചെയ്തോളും. കാരണം ഇദ്ദേഹം അവിടെ ചെന്നിട്ട് എക്സ്ട്രാ ഹാൻഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് അവരും പറഞ്ഞു. ഇതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് അല്ലല്ല വെയിറ്റ്, പിന്നെന്താ? ഞങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ മാച്ച്, എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പോ? നിങ്ങളെന്താ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമുള്ള നിങ്ങളുടെ ചോദ്യത്തിൽ? ഇതിന്റെ പിന്നിൽ പ്രൊപ്പഗാൻഡാസോ കാര്യങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന് രാവിലെ 5 മണിക്ക് ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നു. ലൈക്ക് പല സ്ഥലത്തും ഉരുൾപൊട്ടലുണ്ട്, വെള്ളം കയറുന്നുണ്ട്, അങ്ങനത്തേത്. പക്ഷേ ഇദ്ദേഹം കൺസേൺ ടീമിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിവിടെ എല്ലാം നോക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട മന്ത്രി ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? സ്കെഡ്യൂൾഡ് പ്ലാൻ എന്താണോ അത് ചെയ്തു. അതാണ് ഇവിടെ നടന്നത്. ഇതിലെന്താണ് തെറ്റ്? ഇതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ജനങ്ങളുടെ രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ദുരിതം അനുഭവിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവര് നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ വരുന്ന വലിയൊരു ബുദ്ധിമുട്ടാണത്. അവരുടെ വീട്ടിലോട്ട് വെള്ളം കയറുക, എന്നിട്ട് അവർ ക്യാമ്പിൽ പോയി താമസിക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളും ആർക്കും വരാതിരിക്കട്ടെ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആണ്. ഇപ്പോൾ ശരിയാണ്, ഉദ്യോഗസ്ഥരെല്ലാവരും വരുന്നുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ഇമേജ് ഉണ്ട് നമ്മളുടെ CM-ന്. കാരണം ഇദ്ദേഹം എങ്ങനെയാണ് CM ആയതെന്നും നമ്മളൊന്ന് ഓർക്കണം. കോൺഗ്രസ് നല്ല രീതിയിൽ ജയിച്ചു. അതിനുശേഷം CM ആരെ ആക്കണം എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡിൽ നിന്ന് കുറേ പേരും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾ, അതായത് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ ജനങ്ങളും ഇദ്ദേഹത്തിന്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇങ്ങനത്തെ ഒരു ദുരിതം വരുമ്പോൾ ഇദ്ദേഹം കൂടെ ഉണ്ടാകണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ള എല്ലാ ജനങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നതും അത് തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും ദുരന്തങ്ങളോ വരുമ്പോൾ നിങ്ങൾ മുണ്ടും മടക്കി കൂടെ ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. അതല്ലാതെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അലോട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്, അവർ നോക്കിക്കോളും, നിങ്ങളൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞാലും കാര്യമില്ല. നിങ്ങളുടെ പ്രസൻസ് അതാണ് വേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ അവർക്കത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതല്ലാതെ സ്കെഡ്യൂൾഡ് പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, ഗവൺമെന്റ് ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, അതൊക്കെ അറിയാം. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ജനങ്ങളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. പ്രതിപക്ഷമായാലും വേറെ പാർട്ടിക്കാരായാലും ഇത് കുത്തിപ്പോക്കും അങ്ങനെയൊക്കെ വരും, പക്ഷെ അവർക്ക് അത് പറയാൻ 100% അവകാശമുണ്ട്. കാരണം നിങ്ങൾ അവിടെ ഫിസിക്കലി അവൈലബിൾ അല്ലായിരുന്നു. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് എല്ലായിടത്തും എല്ലാ ക്യാമ്പിലും അവരുടെ ടീം മൊത്തം ഉണ്ടായിരുന്നു. എല്ലാ മന്ത്രിമാരും ഇറങ്ങി. ഇവിടെ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ഇമേജ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ആയത്. ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. 1 നിക്ക് 2 നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട്
കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത് പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ ₹1 പോലും സർക്കാർ. ഇതും ഒരുപക്ഷെ രാഷ്ട്രീയ ആരോപണമായിരിക്കാം. കാരണം ഹെലികോപ്റ്റർ യൂസ് ചെയ്യുന്നതിൽ ₹1 പോലും നഷ്ടമില്ല. കാരണം ഒരു സർട്ടൺ അവേഴ്സ് ഒരു മാസം നമുക്ക് യൂസ് ചെയ്യാം. 80 ലക്ഷമാണ് ആ ഒരു ഹെലികോപ്റ്ററിന്റെ വാടക. ആൻഡ് എത്രയോ മണിക്കൂറുണ്ട്, കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല. എന്തായാലും 20 മണിക്കൂർ അങ്ങനെ എന്തോ നമുക്ക് യൂസ് ചെയ്യാം ഫ്രീ ആയിട്ട്. അപ്പൊ ഇദ്ദേഹം പോകുന്നതിന് എക്സ്ട്രാ ചാർജ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻവെസ്റ്റേഴ്സിനെ കാണാനായിട്ട് ഇദ്ദേഹം അങ്ങോട്ട് പോകുന്നു. അതായത് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകണം, അതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ വരണം എന്നൊക്കെ പറയുമ്പോൾ അവര് നമുക്ക് എത്ര ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം തമിഴ്നാട് മിനിസ്റ്റർ അവരെ കണ്ടു, അതിനുശേഷം ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അവർക്ക് സമയമില്ല. അതല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് പോകണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് പറയാറുണ്ടല്ലോ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അർജന്റ് ആണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, അതിനുശേഷം ഞാൻ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തോട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഞങ്ങളുടെ അതിഥികളായിട്ട് വരും, നമുക്ക് സംസാരിക്കാം, അങ്ങനെ പറയാമായിരുന്നു. നമുക്കറിയില്ല എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അത് ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് തന്നെ ക്ലോസ് ചെയ്യേണ്ട ഡേറ്റ് അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഡിമാൻഡ് ചെയ്യായിരുന്നു, എനിക്കിപ്പോഴും വരാൻ പറ്റില്ല, നിങ്ങൾ ഈ ഷോർട്ട് നോട്ടീസിൽ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന രീതിയിൽ. പക്ഷേ കേരളത്തിൽ ഗുണകരമായ കാര്യമാണെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ പിടിച്ച് പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ പ്രതിപക്ഷം ആരോപിക്കുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോനെ കാണാൻ പോയി, ആ റീസൺ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇതിൽ ക്ലിയർ ആയിട്ട് പറയണമായിരുന്നു. ഇപ്പോഴും ഇതിൽ ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ടീമിനെ കാണാൻ പോയി, ഏത് ഇൻവെസ്റ്റ്മെന്റ് ടീമിനെയാണ് നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് പത്രക്കാരൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാനല്ലേ, അല്ലെങ്കിൽ ഇതും കൂടി ഇല്ലാണ്ടാക്കരുത്, അങ്ങനത്തെ ഒരു രീതിയിലാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. കാരണം ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് മിസ്സാകും. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? എനിവേ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ. ഈ 3 കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിക്കി തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഇദ്ദേഹം എന്താണ് ഇത് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 3 കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. ഒന്ന് ട്രാൻസ്പോർട്ട്, അതായത് യാത്ര ചെയ്യുന്ന കാര്യം, പിന്നെ ഹോസ്പിറ്റല്, പിന്നെ വിദ്യാഭ്യാസം. ഈ 3 കാര്യത്തിലും സ്ത്രീകൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളതുകൊണ്ട് അതിൽ തിക്കിത്തിരക്കി പോകുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഹോസ്പിറ്റൽ ഫ്രീ ആയതുകൊണ്ട് അവിടെ വരുന്നത്. പക്ഷേ ഇവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫീസ് കൊടുത്തുള്ള സ്കൂളിലാണ് പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത്, ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. ഇതുകൊണ്ട് ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ലാസ്റ്റ് ഇദ്ദേഹം പറഞ്ഞ് നിർത്തിയേക്കുന്നത് കാരണം സ്ത്രീകളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന്. സ്ത്രീകളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവര് സ്കൂളിൽ പഠിപ്പിക്കുന്നത്? ഇദ്ദേഹം എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീകൾ തിക്കിത്തിരക്കി പോകുന്നു എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കേരളത്തിലെ സ്ത്രീകൾ നിങ്ങളോട് എപ്പോഴെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ പോകണം അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കി വെക്കണം എന്ന്? നിങ്ങളല്ലേ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഫ്രീ സർവീസ് എന്ന് പറഞ്ഞത്? എന്നിട്ടത് റിയാലിറ്റിയിൽ വന്നപ്പോൾ അത് ലോക്കൽ ബസ്സിലോട്ട് മാറ്റി ചുരുക്കി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല തീരുമാനം തന്നെയാണ്. പക്ഷേ ഈ ഒരു സർവീസ് യൂസ് ചെയ്യുന്ന എല്ലാ സ്ത്രീകളെയും ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് ഇറ്റ്സ് റിയലി പാത്തറ്റിക്. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയുകയാണ്. നമ്മുടെ നാട്ടില് അതായത് പാരന്റ്സ് അവര് തിക്കിത്തിരകി എങ്ങനെ വേണമെങ്കിലും പോകും. പിന്നെ അവർ പോകുന്ന ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലായിരിക്കും, സൗകര്യം കുറവാണെങ്കിലും ചിലവ് ചുരുക്കി അവർക്ക് അസുഖം മാറ്റാനൊക്കെ സാധിക്കും. പക്ഷേ അവരുടെ പിള്ളേരിലോട്ട് വരണം, വെൻ ഇറ്റ് കം ടു ദെയർ ചൈൽഡ്, പിള്ളേർ വരുമ്പോൾ അവർ നല്ല രീതിയിൽ പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ പൈസ എത്ര പോയാലും കുഴപ്പമില്ല, നല്ല സ്കൂളിൽ പഠിക്കണം എന്നുള്ളത്. നിങ്ങളുടെ ഗവൺമെന്റ് സ്കൂളിൽ പ്രൈവറ്റ് സ്കൂളിൽ കൊടുക്കുന്ന സെയിം ഫെസിലിറ്റി കൊടുക്കൂ, എല്ലാവരും ഗവൺമെന്റ് സ്കൂളിൽ വരും. സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷിലാണോ സംസാരിക്കുന്നത് എല്ലാവരും? കാര്യം ശരിയാണ്, മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, മലയാളത്തിൽ തന്നെ എല്ലാവരും സംസാരിക്കണം. പക്ഷേ ഒരു കുട്ടി അവരുടെ അക്കാഡമിക് എല്ലാം കഴിഞ്ഞ് ഒരു ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഇന്റർവ്യൂ നടത്തുന്നത് ഇംഗ്ലീഷിലാണ്.
നമ്മുടെ കേരളത്തിൽ പോലും. അപ്പോൾ അവർ നല്ല സ്കൂളിൽ വിടുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് അവരുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഇമ്പ്രൂവ് ചെയ്യാനാണ്. പിള്ളേർ പഠിക്കുന്നതോടൊപ്പം അവരുടെ ലാംഗ്വേജും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ സ്കില്ല് മാത്രം പോരല്ലോ, കമ്മ്യൂണിക്കേഷൻ കൂടെ നമുക്ക് വേണം. അതുകൊണ്ടാണ് അവർ നല്ല സ്കൂളിലൊക്കെ ചേർക്കുന്നത്. ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്കൂൾ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഗവൺമെന്റ് സ്കൂൾ നല്ലത് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ശരിയാണ്, നിങ്ങളിപ്പോൾ വന്നിട്ട് 2 മാസം ആയിട്ടുള്ളൂ. അതുകൊണ്ട് 2 മാസം കൊണ്ട് എല്ലാം ക്ലിയർ ആക്കാനൊന്നും പറ്റില്ല. പക്ഷെ ജനങ്ങളെല്ലാം പുതിയൊരു ഗവൺമെന്റിന് വേണ്ടി വോട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു മാറ്റം കാണാനാണ്. കാരണം കഴിഞ്ഞ 10 കൊല്ലം ഒരേ പാർട്ടിക്കാരാണ് ഭരിച്ചത്. പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ 2 മാസം കൊണ്ട് നമുക്ക് ഒന്നും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് നിങ്ങൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ മന്ത്രിമാരെല്ലാവരും ജനങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം അത് കൊണ്ടുവരണം. പിന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒഴിവാക്കുക. വളരെ ബോറാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. അപ്പോൾ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊന്നുമല്ല, പല ന്യൂസുകളും കേൾക്കുന്നുണ്ട് ഗവൺമെന്റിന് എതിരായിട്ടും ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടും. അപ്പോൾ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്നുള്ളൂ. ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കും കേട്ടോ. ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.